കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വിചാരിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമേ ഇസ്രയേലിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. എന്റെ അഭിപ്രായത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. നാളെ ലണ്ടനും പാരീസും ഇസ്രയേലി അംബാസിഡർ വിളിക്കുന്നു, എന്നിട്ട് പറയണം ഗാസയിൽ നിങ്ങൾ ചെയ്യുന്നത് 24 മണിക്കൂറിനകം നിർത്തണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ പാക്കിംഗ് തുടങ്ങിക്കോളൂ. തന്നെയുമല്ല, കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ എല്ലാവരിലും എയർ സ്പേസ് നിഷേധിക്കും, പിന്നെ കൂടുതലുണ്ടാകും. അപ്പൊ ഞങ്ങൾക്ക് 24 മണിക്കൂർ മറുപടി വേണം. അത് പറയുവാണെങ്കിൽ 1-2 കാര്യങ്ങൾ സംഭവിച്ചേക്കാം. ഒന്ന്, നെതന്യാഹു അദ്ദേഹത്തിന്റെ ഓഫീസ് അത് നഷ്ടപ്പെടും. അപ്പൊ വേറൊരു പ്രധാനമന്ത്രി വന്നേക്കാം. അല്ലെങ്കിൽ നെതന്യാഹുവിന് തന്നെ ഗാസയുടെ കാര്യത്തിൽ ആ ഓപ്പറേഷൻസ് നിർത്തേണ്ടി വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വെസ്റ്റേൺ യൂറോപ്പില് ഈ ഏഷ്യൻസ് ഗാസൻസ് മരിച്ചോട്ടെ, അതുകൊണ്ട് എന്താ പ്രശ്നം? അതേസമയത്ത് യുക്രൈനിയൻസ് ആണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമല്ലോ, അതാണ് നടക്കുന്നത്.